എന്താ എന്താ ഒരു കള്ളലക്ഷണം? ഒരു കള്ളലക്ഷണവും ഇല്ല. പിന്നെന്താ പതുങ്ങി മുഖം കൊടുക്കാണ്ട് ഇങ്ങനെ പോകുന്നേ? ഞാൻ പലതും ആലോചിച്ചൊന്നും പോയതല്ലേ മോളെ. എന്താ വേർതിരിക്കുന്നേ? അവിടുന്ന് നടന്നു വന്നതല്ലേ. മാമാ, പോലീസുകാരോടും ഡോക്ടർമാരോടും കള്ളം പറയരുതെന്നാ. നീ പോലീസുകാരി ആയതുകൊണ്ടാണ് നിനക്ക് ആ ചിന്ത വരണത്. അങ്ങനൊന്നും അല്ല, ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ അത് തെറ്റാറില്ല. അയ്യോ, അങ്ങനെയൊന്നും അല്ലെന്ന്. സത്യം പറ മാമാ, മാമന് ഇനി രാമനെ കുറിച്ച് ഓർത്ത് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്തൊരു വിഷമം? എനിക്ക് ഒരു വിഷമവും ഇല്ല. എന്തുണ്ടേലും തുറന്നു പറഞ്ഞോ. ഇനി അവന് വല്ല ജോലി ഇല്ലാത്തതിന്റെ വല്ല പ്രശ്നമാണോ? ജോലി ഉണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകൂ. അല്ല, ജോലി ഇല്ലാത്തതാ വിഷമെങ്കിൽ ഞാൻ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അന്ന് ചെയ്ത് കൂടെ പോണെങ്കിൽ പോട്ട്. അല്ല, ഞാൻ തരു പറയാൻ. അവന്റെ കാര്യം ഒന്ന് എന്റെ അടുത്ത് പറയല്ലേ മക്കളെ. പിന്നെന്താ മാമനെന്തോ ഒരു... അയ്യോ, എനിക്ക് അമ്മക്ക് ഒന്നുമില്ല മക്കളെ. ഞാൻ അങ്ങോട്ട് പോട്ട്. അല്ല മാമ, ഹലോ ഹലോ, ഇവിടെ 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 വാ. ഈ വാ. എവിടെ പോണോ അന്തം വിട്ടോണ്ട്? ഞാൻ വർക്ക്ഷോപ്പിൽ പോണ ഇത്ര ആലോചന വേണം? ഇങ്ങനെ അങ്ങ് ആലോചിച്ചോണ്ടൊക്കെ പോണം. ചുറ്റി നടക്കണം, ഒന്നും അറിയാതെ. എന്ത് പറ്റി? ഒന്നുമില്ലെന്ന് മാമ. ഇതൊന്നും മാമ എങ്ങനെ നോക്കണേ? മാമ, ആ കളർ കണ്ടിട്ട് മാമന് വേറെ വല്ലതും തോന്നുന്നുണ്ടോ? എനിക്കൊന്നും തോന്നില്ല. എന്ത്? അല്ല, ചുമ്മാ ചോദിച്ചോ. ഞങ്ങൾക്ക് തോന്നി ഈ കളർ കണ്ടപ്പോ മാമന് വേറെ എന്തോ കളറുള്ള സാധനമായിട്ട് തോന്നിയെന്ന്. അല്ലേ മാമ? എന്റെ മക്കളെ ഞാൻ കൂടി നിർത്തിയില്ലേ. ഞങ്ങളതിന് ചോദിച്ചില്ലല്ലോ. ചോദിച്ചാ? കുടിയുടെ കാര്യമല്ലേ ഞങ്ങൾ ചോദിച്ചാ? അല്ല, പിന്നെ ഈ കളർ അതാണല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അതിന് മാമ ഇപ്പൊ കുടിക്കാറില്ലല്ലോ, പിന്നെ ഇതിന് കുടി നിർത്തിയ കാര്യം പറയണ? അത് കുടി നിർത്തിയിട്ട് മാസങ്ങളെ കഴിഞ്ഞില്ലേ. പക്ഷെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് പറയണ്ടേ. ഞാൻ കുടിക്കാറില്ല, നിങ്ങൾ ബോധ്യപ്പെടുത്തണോ? അല്ല, എനിക്കൊരു സംശയം. മാമനെ അന്ന് റീഹാബ് സെന്ററിൽ കൊണ്ടാക്കുന്നു പറഞ്ഞതിന് ശേഷം പിന്നെ കുടിച്ചിട്ടില്ലല്ലോ? ഉറപ്പല്ലേ? പിന്നെ പിന്നെ വേണം കുടി നിർത്തി പറഞ്ഞ എന്തിന്? മക്കൾ, അത് ഈ കുടികാരന്മാർ മുമ്പ് അങ്ങനെ തന്നെ. ആരെങ്കിലും കാണാ ഇപ്പൊ ഉള്ളവടി ഇല്ലടേ, ഞാൻ നിർത്തി. ഓ, അല്ല മാമ, അത് ചോദിക്കുമ്പോഴല്ലേ. ഞങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. മാമൻ കേറി ഞാൻ കുടി നിർത്തി എന്ന് പറയുമ്പോ അതിൽ എന്തോ ഒരു പന്തികേടില്ലേ? ശരിക്ക് എന്തൊരു പന്തികേട്. എന്തൊരു കള്ളലക്ഷണം ഉള്ള പോലെ തോന്നി. ഒരു ലക്ഷണമില്ല മക്കളെ. കുപ്പിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, മദ്യക്കുപ്പിയുടെ പുറത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. കണ്ടില്ലേ? കണ്ടു. അപ്പൊ ഇതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് പണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഓ, ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി, മോക്കറിയാലേ. എന്റെ ദൈവമേ, എന്തൊക്കെ നാടകമാണ് ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളതല്ലേ? കണ്ടല്ലേ? അപ്പൊ എനിക്ക് സ്വയം തോന്നി ഇനി ഈ ഇടപാട് വേണ്ട. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കുടിക്കാറില്ല. നിങ്ങൾ എന്നെ അങ്ങ് കൊണ്ടുപോയില്ലേ? കൊണ്ടുവന്ന് പറഞ്ഞതേ ഉള്ളൂ. കൊണ്ടുപോയില്ലേ? അതുപോലും ഓർമ്മയില്ല മാമന്. കണ്ടാ? കൊണ്ടുപോയില്ലേ? മാമ ഉറങ്ങി ഓടിയില്ലേ ഇവിടുന്ന്? ഓ മാമ, പൊട്ടു മാമ, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. എന്ത് മക്കളെ? മാമന്റെ മുഖത്ത് എന്തോ ഒരു കള്ളലക്ഷണം. എന്തൊരു കള്ളലക്ഷണം? നിങ്ങൾ എന്തിനു പറയണത്? ഒരു സംശയം മാമ, മാമൻ എന്തോ ഞങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നതായിട്ട്. ഇല്ലേ? തോന്നുന്നില്ലേ? ഒരു വകയും ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. ഇല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്നെ നോക്കല്ലേ. ഞാൻ എന്തൊരു കുറ്റം ചെയ്ത് ഇങ്ങനെ നോക്കല്ലേ. എനിക്ക് വേറെ ജോലിയുണ്ട്, തേയില വെള്ളവും വേണ്ട. ഞാൻ വർക്ക്ഷോപ്പിലോട്ട് പോകും. അല്ല, ചുമ്മാ എന്നെ നോക്കി എന്നാലും മാമന്റെ മുഖത്ത് എന്തോ ഒരു കള്ളലക്ഷണമുണ്ട്. എനിക്കിപ്പോ മാമന്റെ മുഖത്തല്ല, വേറെ ചിലരുടെ മുഖത്ത് കള്ളലക്ഷണം ഉള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതെ, എന്നെയാണോ ഉദ്ദേശിച്ചത്? ഇന്നല്ല, പിന്നെ വേറെ ആരെയോ പറ്റി പറഞ്ഞു. അല്ല, ഇപ്പൊ എന്തിനാ അത് പറയുന്നേ? എനിക്കിപ്പോ പറയാൻ തോന്നി. നിപ്പിലും ഓന്തിന്റെ പോലെ സ്വഭാവം മാറുവാണല്ലോ. സ്വഭാവം മാറും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനെന്തായാലും കണ്ടുപിടിക്കും. കണ്ട കള്ളലക്ഷണം കണ്ട? ആരുടെ മുഖത്ത്? എന്നെ മുഖത്താ? പോലീസ് എന്നെ ചിരിക്കും. അതിന് കള്ളം പറയണതാ. ഇവിടെ ഞാൻ ഇങ്ങനെയൊന്നും ഉറങ്ങിക്കൊണ്ടിരുന്നോ? മാമ വല്ലതും അറിഞ്ഞ? നീ പറയാതെ എങ്ങനെ അറിയുന്നേ? നീ പറ. ഉണ്ണിയപ്പോ കള്ളൂടി നിർത്തിന്ന്. അതിന്റെ ദൂഷ്യവശങ്ങളൊക്കെ മനസ്സിലാക്കി ഉണ്ണിയപ്പോ കള്ളൂടി നിർത്തി. കള്ളൂടി നിർത്തി? ആ എന്ത്
അല്ല അങ്ങനെയാണേലേ കാക്ക മലർന്നു പറക്കോടി. ഇതിപ്പോ നിന്റെ അടുത്ത് ആര് പറഞ്ഞത്? ഉണ്ണിയപ്പു അമ്മയോട് പറഞ്ഞു ആ. കള്ളുടി നിർത്തിയെന്ന്. അമ്മ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. അല്ല അതിനുള്ള സാധ്യത കുറവാ. നിനക്ക് ഇങ്ങനെ പഴയ സ്വഭാവം അറിയാവോ? എന്ത് സ്വഭാവം? അന്ന് വെള്ളം അടിച്ചിട്ട് നാട്ടിലിറങ്ങി ഇഷ്ടം പോലെ അടി വാങ്ങിക്കുന്ന സ്വഭാവമല്ലായിരുന്നു. അടി അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. ഒരു ഏണി സാധനമാ അങ്ങനെ. ഏണിയാ? ആ ഏണി എന്ന് പറഞ്ഞാലേ അങ്ങോട്ട് എന്ന് വെള്ളം ഉണ്ടാക്കിയിട്ട് അടി വാങ്ങിച്ചോണ്ട്. എന്നാലും ഒരു കാര്യമില്ലാതെ ഉണ്ണിയപ്പ അടി ഉണ്ടാക്കാൻ പോവോ? അങ്ങനെ ചെയ്യുമായിരുന്നു പണ്ടൊക്കെ, അങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെ. പിന്നെ എത്ര തവണ അതുകൊണ്ടല്ലയോടി ഇവനെ രാമനെ ഇങ്ങനെ വെള്ളം ഒടിച്ച് വരുമ്പോ വെള്ളം ഉണ്ടാക്കുന്ന അതുകൊണ്ടല്ലയോ. ആ എന്തായാലും ഉണ്ണിയപ്പ കൂടി നിർത്തിയല്ലോ, അത് തന്നെ ഒരു സമാധാനം. ആ മാമൻ അങ്ങനെ കുടി നിർത്തിയെന്ന് മുഴുവനായിട്ട് വിശ്വസിക്കൊന്നും വേണ്ട. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? മാമൻ എന്തോ ഒരു കള്ളത്തരം ഉണ്ട്. അതെന്താ ശ്രീക്കു അങ്ങനെ പറഞ്ഞത്? കാര്യം ഉണ്ട് മാക്കൂ, വാ പറയാം. നീ നിന്റെ അമ്മയും കൂടെ വിളി. എന്തോന്നു കാര്യം മാമി? ഒന്നുമില്ല, ഞാൻ അങ്ങനെ പറയോ? വന്നേ അമ്മ. അമ്മ